4 സാധനങ്ങൾ കൊണ്ട് നമുക്ക് എങ്ങനെ റവ കേസരി ഉണ്ടാക്കാമെന്ന് നോക്കാം. ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് നമ്മളിതിലേക്ക് എണ്ണയോ നെയ്യോ ഏതാണെന്ന് വെച്ചാൽ ഒഴിച്ച് നമുക്ക് വേണ്ട അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും നമുക്ക് വറുത്തെടുക്കാം. ഇപ്പോൾ ഇവിടെ അണ്ടിപ്പരിപ്പ് യൂസ് ചെയ്യുന്നില്ല, മുന്തിരി മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. ഇതിലേക്ക് നമ്മളിനി നെയ്യ് ഇട്ട് കൊടുക്കണം. ഇതിലേക്ക് നമ്മൾ ഉണക്കമുന്തിരി ഇട്ട് കൊടുത്തു. ഇനി ഇത് മാറ്റിയിട്ട് നമ്മളിതിലേക്ക് റവ ഇട്ട് കൊടുക്കുന്നു വറുത്തെടുക്കാൻ വേണ്ടി. നമ്മളിനി ഇവിടെ റവ വറുത്തെടുക്കാൻ പോവാണ്. അപ്പം ബാലൻസ് കൊണ്ട് നെയ്യ് കൊണ്ട് തികയോ നോക്കണം, ഇല്ലെങ്കിൽ കൂടുതൽ നമ്മൾ അതിലേക്ക് ഒഴിച്ച് ചൂടായതിന് ശേഷമാണ് നമ്മുടെ റവ വറുത്തെടുക്കാനുള്ളത്. ഇതിലേക്ക് 1 കപ്പ് റവ ഇട്ടു. ഞാനിപ്പോൾ 2 കപ്പ് റവ എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഗ്ലാസ്സിലാണ് എടുക്കണമെങ്കിലും, ഇപ്പോൾ 2 ഗ്ലാസ്സാണ് എടുക്കണമെങ്കിലും പഞ്ചാര അളവ് വരുമ്പോൾ അതനുസരിച്ച് എടുത്താൽ മതി. ഞാനിപ്പോൾ മെഷറിംഗ് കപ്പ് അരക്കപ്പിൻ്റെയിലാണ് 2 കപ്പ് എടുത്ത് ഇടുന്നത്. ഇനി നമ്മൾ വറുത്തെടുക്കണം. ഇത് ഞാൻ ഓൾറെഡി യൂസ് ചെയ്യുന്നത് പാക്കറ്റ് മേടിച്ച വറുത്ത അതാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ജസ്റ്റ് നെയ്യിലൊന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിലിട്ടത്. കുറച്ചും കൂടെ നെയ്യ് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നു. കുറച്ച് ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ, പിന്നെ കുറച്ചുകൂടെ ഇട്ട് കൊടുക്കുന്നു. ഇത് ഇളക്കിയെടുത്തുകൊണ്ടിരിക്കുന്നു. ലോ ഫ്ലെയിമിലാണ് ഞാൻ തീ വച്ചിരിക്കുന്നത് അടുപ്പ്. ഇത് ജസ്റ്റ് ഒന്ന് ചൂടായി വന്നാൽ മതി. ഇത് ചൂടായി വരുമ്പോൾ തന്നെ നമുക്കൊരു സ്മെല്ല് വരും. അപ്പം നമുക്കിത് മാറ്റി കൊടുക്കാം, മാറ്റി വയ്ക്കാം. ഇതിപ്പോൾ എൻ്റെ ചൂടായിട്ടുണ്ട്, അപ്പോൾ ഞാൻ മാറ്റുന്നു. നമ്മൾ ഇതുപോലൊരു പാത്രം വെച്ചിട്ട് അതിലേക്ക് ഞാനിപ്പോൾ 2 ഗ്ലാസ് വെള്ളം വെക്കുന്നുണ്ട്. കാരണം ഞാൻ 2 കപ്പ് റവ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ 2 ഗ്ലാസ് വെള്ളവും പിന്നെ നമുക്ക് ഫുഡ് കളർ വേണമെങ്കിൽ ഫുഡ് കളറും ആഡ് ചെയ്ത്, നമുക്ക് നെയ്യോ ബട്ടറോ എന്താണെന്നുള്ളത് വെച്ചാൽ അതും കൂടെ ആഡ് ചെയ്ത് അത് ജസ്റ്റ് തിളയ്ക്കണം.
ഇനി ഞാൻ ഇതിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കുന്നു. ഫുഡ് കളറിന് പകരം നമുക്ക് മഞ്ഞൾപ്പൊടി വേണമെങ്കിലും ചേർക്കാം. ഫുഡ് കളർ ഉപയോഗിക്കണമെന്ന് നിർബന്ധമില്ല. ഞാനൊരു ശകലം മഞ്ഞൾപ്പൊടി ഇടുന്നുള്ളൂ. ഇതിപ്പോൾ കളർ കുറവാണ്. അപ്പം കൂടുതൽ വേണമെങ്കിൽ ഒന്നുകിൽ കളർ ആഡ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി തന്നെ ആഡ് ചെയ്ത് കൊടുക്കാം. കളർ കുറവാണെന്ന് തോന്നിയതുകൊണ്ട് ഞാൻ ഇപ്പം വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഞാൻ കുറച്ച് ഫുഡ് കളർ കൂടെ ആഡ് ചെയ്തു. അപ്പോൾ ഇത് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്കിതിലേക്ക് നേരത്തെ നമ്മൾ വറുത്തെടുത്ത് മാറ്റി വെച്ച റവ കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമ്മളിത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇളക്കി മിക്സ് ചെയ്തെടുക്കണം. നമ്മളിത് ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് ഇളക്കി കട്ടാളില്ലാതെ ഇതുപോലെ ഇളക്കി മിക്സ് ചെയ്തെടുക്കണം.
ഇനി നമ്മളിതിലേക്ക് ഏലക്കപ്പൊടി ഇട്ട് കൊടുക്കണം. ഞാൻ ഏലക്കപ്പൊടി ഇട്ട് കൊടുത്തു. ഇനി നമ്മൾ വറുത്തെടുത്ത് വെച്ച ഉണക്കമുന്തിരി കൂടി ഇട്ട് കൊടുക്കണം. ഇത് നന്നായിട്ട് ഈ പാത്രത്തിൽ നിന്ന് ഇളവി വരുന്ന രീതിയിലായിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് പഞ്ചാര ഇട്ട് കൊടുക്കണം. ഇവിടെ ഇപ്പം ഞാൻ 2 കപ്പ് റവയാണ് എടുത്തത്, അതുകൊണ്ട് ഞാൻ 1 കപ്പ് പഞ്ചാരയാണ് ഇടുന്നത്. അതിൻ്റെ പാതി. ഇപ്പം നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെങ്കിൽ കുറച്ചുകൂടി ഇട്ട് കൊടുക്കണം. ഞാനിപ്പോൾ 1 കപ്പ് പഞ്ചാരയാണ് ഇടുന്നത്. 1 കപ്പ് പഞ്ചാര ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നു. ഈ പഞ്ചാര ഇടുമ്പോഴത്തേക്കും ഇത് കുറച്ചുകൂടെ പഞ്ചാര മെൽറ്റ് ആകുമ്പോഴത്തേക്കും ലൂസായി വരും. അപ്പം കുറച്ചും കൂടെ കണ്ട് ലൂസായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ നന്നായിട്ട് ഇളക്കി എല്ലായിടത്തും പഞ്ചാര ഒരുപോലെ ആക്കണം. ഓക്കെ, നമ്മുടെ റവ കേസരി അപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഏത് പാത്രത്തിലോട്ടാണോ വേണ്ടത്, ഞാൻ ആ പാത്രത്തിലൊരു ഇത്തിരി നെയ്യ് തൂവി ഇതുപോലെ ഇതേ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളിത് വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് നമ്മൾ തിരിച്ചിടുമ്പോൾ നല്ല ഷേപ്പായിട്ടിരിക്കും.